മദ്യപാനികൾക്ക് മുന്നറിയിപ്പ്. മദ്യപാനം ശീലമാക്കുന്നവരെ കാത്തിരിക്കുന്നത് ദഹന വ്യവസ്ഥയും കരളിനെയും തകരാറിലാക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് വാങ്ങിക്കഴിക്കുമ്പോൾ അവ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളുടെ ആഗിരണം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നത് ഓർക്കുക. മദ്യപാനം പ്രധാനമായും വിറ്റാമിൻ ബിയുടെ അഭാവത്തിന് കാരണമാകുന്നു. ശരീരത്തിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന 8 വിറ്റാമിനുകൾ ബി അടങ്ങിയ അവശ്യ പോഷകമാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. അതായത് മദ്യപാനം ദഹന വ്യവസ്ഥയെ തകിടം മറിക്കുന്നതിലൂടെ ഭക്ഷണത്തിൽ നിന്നും അവശ്യ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ അത് തടയപ്പെടുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുകൂടാതെ ഇതിൽ മെറ്റബോളിസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കരളിന് ഇരട്ടി സമ്മർദ്ദമുണ്ടാകുന്നു. നാഡികളുടെ പ്രവർത്തനത്തിനും ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിനുമുള്ള നിർണായക ജീവകമായ വിറ്റാമിൻ B12 പ്രോസസ് ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്നത് കരളാണ്. പതിവായുള്ള മദ്യപാനം കരളിനെ തകരാറിലാക്കുന്നു. ഇത് ശരിയായ രീതിയിൽ മെറ്റബോളിസം നടക്കുന്നതിനും വിറ്റാമിനുകൾ സംഭരിക്കുന്നതിനുമുള്ള കഴിവിനെയാണ് ബാധിക്കുക. അതുമാത്രമല്ല, B1 തയാമിൻ, B6 പിരിഡോക്സിൻ, B9 ഫോളേറ്റ് എന്നിവയുടെ ആഗിരണം തടസ്സപ്പെടുന്നതോടെ ന്യൂറോളജിക്കൽ, കോഗ്നിറ്റീവ്, ഹെമറജിക്കൽ പ്രശ്നങ്ങൾ എന്നിവ നിങ്ങൾക്കുണ്ടാകും. വിറ്റാമിൻ ബിയുടെ ന്യൂനത ശരീരത്തിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാഴ്ചക്കുറവ്, ഓർമ്മക്കുറവ്, മനം വിരട്ടൽ, ക്ഷീണം, തളർച്ച, കൈകാലുകളിൽ തരിപ്പ്, വിളർച്ച, ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയൊക്കെ തന്നെ വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ട് സംഭവിക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് വിറ്റാമിൻ B12 മാംസങ്ങളിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും വിറ്റാമിൻ B7 വിറ്റാമിൻ B9 ലഭിക്കുന്നു. അതായത് വിറ്റാമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ നിരവധി രോഗങ്ങൾ തന്നെ ഉണ്ടാകും. നിലവിൽ രോഗലക്ഷണങ്ങളുടെ കാര്യം പറയുമ്പോൾ, അതായത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വിറ്റാമിനുകൾ ആവശ്യമാണ്. പച്ചിലക്കറികൾ, പാൽ, മുട്ട, ധാന്യങ്ങൾ എന്നിവയൊക്കെ തന്നെ വിറ്റാമിൻ B1, B2 സമ്പന്നമാണ്. അതായത് വിറ്റാമിൻ B12 കുറവ് അനീമിയയ്ക്ക് കാരണമാകും. ദീർഘകാലം കുറഞ്ഞു നിൽക്കുന്ന വിറ്റാമിൻ B12 അളവ് വിഷാദരോഗം, മറവി രോഗം, അതുമാത്രമല്ല ക്ഷീണം, തളർച്ച, കൈകാലുകളിൽ തരിപ്പ് തുടങ്ങിയവയൊക്കെ തന്നെ നിങ്ങൾക്കുണ്ടാകും. വിറ്റാമിൻ B12 ലഭിക്കാൻ പാല്, മുട്ട, മത്സ്യം, ചീസ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, വിറ്റാമിൻ B9 ആണെങ്കിൽ ഫോളിക് ആസിഡ് ആണ് ഇതിൽ കുറവ് വരുന്നത്. ഇതിൻ്റെ കുറവ് ശരീരത്തിൽ വിളർച്ചയ്ക്കും അതിസാരത്തിനും കാരണമാകും. ഈ വിറ്റാമിൻ ഗർഭിണികൾക്ക് വരെ ആവശ്യമാണ്. അതായത് വിറ്റാമിൻ B9 കുറവ് ഗർഭസ്ഥ ശിശുവിന് ജനിതക വൈകല്യം ഉണ്ടാക്കാൻ വരെ കാരണമാകുന്ന ഒന്നാണ്. മറ്റൊന്ന് വിറ്റാമിൻ B3 ആണ്. അതായത് ഭക്ഷണം ഊർജ്ജമാക്കി മാറ്റാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനുമായിട്ടാണ് വിറ്റാമിൻ B3 ഉപകരിക്കുന്നത്. ഇതിൻ്റെ കുറവ് മനം പിരട്ടലിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്നു. മാത്രമല്ല, കോഴിയിറച്ചി, മത്സ്യം, കപ്പലണ്ടി, മറ്റ് ധാന്യങ്ങൾ, ബാർലി എന്നിവയൊക്കെ തന്നെ ആവശ്യാനുസരണമുള്ള വിറ്റാമിൻ ബി ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. വിറ്റാമിൻ B6 ന്യൂനത തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളാണ് ഉണ്ടാക്കുക. അതായത് തൊലിപ്പുറത്ത് ചൊറിച്ചിൽ, വിണ്ടുകീറൽ എന്നിവയ്ക്ക് ഇത് കാരണമാകും. മാത്രമല്ല, വിളർച്ചയും വിഭ്രമവും വിഷാദരോഗം എന്നിവയും വഴിവെക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൻ്റെ കുറവ് സംഭവിക്കുക. അതിനാൽ തന്നെ വിറ്റാമിൻ ബിയുടെ കുറവ് ആരോഗ്യ പ്രശ്നങ്ങളേറെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.